പറഞ്ഞത് കേട്ടില്ല. കഞ്ഞി കുടിക്കാൻ മാത്രം സൂചന മാത്രം ഹിന്ദി സമരം സൂചന മാത്രം സൂചന മാത്രം സൂചന മാത്രം. എന്തു പറ്റി? ഒന്നുമില്ല. അതെ, ഞാൻ അവരോട് സംസാരിച്ച ശരിയാവില്ല. എങ്കിൽ കോൺട്രാക്ടറോട് സംസാരിക്കാം. വണ്ടി എടുക്ക്. അല്ല, പണി കിട്ടും. സമരക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ കുഞ്ഞിനെ കൂടെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കഞ്ഞി വിളമ്പുന്നതായിരിക്കും. അടങ്ങി നില്ല മോനെ. ഇറങ്ങണം മാനേജർ. അതാണ് പരുക്ക് പറ്റിയ ആൾക്ക് 5 പൈസ കൊടുക്കില്ലെന്ന് പറയുന്ന കോൺട്രാക്ടർ. അതെ, ഞാൻ സംസാരിച്ച പ്രശ്നമാവും. എന്ത് പ്രശ്നം? സമരം ചർച്ച ചെയ്ത് പരിഹരിക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നത്? ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതെ, ഞാൻ സത്യം പറയാം. പോയോ? സോറി മാഡം, ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇതൊന്നും എന്നോട് പറയണ്ട. താഴെ ഞങ്ങളുടെ GM ഉണ്ട്, അയാളോട് സംസാരിച്ചോളൂ. ആരോട് വേണമെങ്കിലും ഞാൻ സംസാരിക്കാം, പക്ഷെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. അപ്പം പറഞ്ഞതങ്ങനെ കേട്ടാ മതി. കിടന്നു അതെ, ഇവ മിന്നു ഗ്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു. അപ്പോ അന്ന് പണിയിലെ കൃത്രിമം കണ്ടുപിടിക്കാൻ വേഷം മാറി വന്നതായിരുന്നു അല്ലേ സാർ? അന്ന് എനിക്ക് ആളെ അറിയില്ലായിരുന്നു. ഒരു ജനറൽ മാനേജർ ഒരിക്കലും ഒരു സാധാ ലേബർ വേഷത്തിൽ വരുമെന്ന് ഈ ഭൂമി മലയാളത്തിൽ ഒരു കോൺട്രാക്ടറും പ്രതീക്ഷിക്കില്ല. അതാണ് ആന്റണി സാർ, സിമെന്റിലൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് താൻ കുറവ് വരുത്തിയിട്ടുള്ളത്? അത് മണലിന്റെ ഡിമാൻഡ് കാരണം ചെറിയൊരളവിൽ പൊടിമണ്ണ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. സാർ, അത് മേഡത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യരുത്. മേഡത്തിന്റെ സ്വഭാവം സാറിന് അറിയാലോ. അതിലും മോശമാണ് എന്റെ സ്വഭാവം. സാറിന് അറിയാലോ തൊഴിലാളിക്ക് എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന്. അറിയാം, എല്ലാം എനിക്കറിയാം. തന്റെ ഓരോ നീക്കങ്ങളും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ച് താൻ ഈ ഫ്ലാറ്റിന്റെ പണി തീർത്തേനെ. പക്ഷെ അങ്ങനെ തീർത്തിരുന്നെങ്കിൽ ഇവിടെ താമസിക്കേണ്ടിയിരുന്നവരുടെ പണിയും താൻ തീർത്തേനെ. ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്കെന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ടി വന്നു. സാർ, ഒന്നും മിന്നുമേട് അറിയരുത്. തൊഴിലാളിക്കുള്ള നഷ്ടപരിഹാരം മുഴുവനും ഞാൻ കൊടുത്തോളാം. സമരം ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. അതെ സാർ. കൈ പിൻവലിക്കൂ. ഇത് താനെന്ന് എന്നെ തെറി വിളിച്ചതിനും പിടിച്ച് തല്ലിയതിനും, ഇത് സിമന്റിലും മണലിലും കൃത്രിമം കാണിച്ചതിനും. ഇതെന്തിനാണ് സാർ? ഇത് താൻ ഇനി കൃത്രിമം കാണിക്കാതെ. ഇനി ഉണ്ടോ സാർ? തൽക്കാലത്തേക്കില്ല. ഇനി ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് 5ന്റെ ചില്ലിക്കാശ് തനിക്ക് കിട്ടില്ല. മനസ്സിലായോ? വേണ്ട സാർ, എല്ലാം ഞാൻ ഏറ്റു. സാർ വണ്ടിയിലേക്ക് കയറിയാട്ടെ. ഓക്കെ, മാഡത്തിന് ഡോർ തുറന്നു കൊടുക്കൂ. സാർ, കണ്ണട. സോറി, കയറിക്കോളൂ മാഡം. ഉപ്പ് എല്ലാം അതിലുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരെ ഉപ്പെടുത്തിടണേ. അയ്യോ, ഇത് നമ്മുടെ വീട്ടിലെ വണ്ടിയാണല്ലോ. ഡ്രൈവർ, വണ്ടി എടുത്തു. ഒരു കാര്യം പറഞ്ഞോട്ട് ഞാനിവിടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നിർത്താൻ. അവൻ ഫോൺ എടുക്കുന്നില്ല. എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കേ. അവനെന്തുവാ പറഞ്ഞേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആദ്യം ഫോൺ എടുക്കുന്നില്ല. അപ്പോ നമ്മൾ ഊഹിച്ചത് ശരിയാ. ഇപ്പോ സംസാരിക്കാൻ പോലും ശേഷി ഉണ്ടാവില്ല. സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറെ കാണാൻ വന്നപ്പോഴാ ഞങ്ങൾ കണ്ടത്. എന്തായാലും ഒരാൾ വെറുതെ വന്ന് സ്കാൻ ചെയ്യില്ല. അന്വേഷിച്ചപ്പോ ഓൾ ബോഡി സ്കാനിങ്ങാ. അയ്യോ, ലക്ഷ്മിയെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിഞ്ഞപ്പോ പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക. കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണം. നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നോക്കി. ഇപ്പൊ എന്തായി? ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു, മിന്നു ഗ്രൂപ്പ് നോക്കിയെടുത്താലുള്ള കാര്യശേഷി ഈ മുഖത്തെഴുതി വെച്ചിട്ടുള്ളത്. ആന്റണി ആദിത്യനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനിതിലപ്പുറം പ്രതീക്ഷിച്ചതാ. ആദി സാറിന്റെ കാര്യം പോട്ടെ, ആദി സാറിന്റെ അച്ഛൻ പുലിയല്ലേ, പുലി. മര്യാദക്കേട് കണ്ട അപ്പ തല്ലും. ആര് എടുപ്പും നിപ്പും കണ്ട സത്യം പറയാലോ ആരായാലും പേടിച്ചു പോകും. ആദി സാറ് പോലും അച്ഛന്റെ മുമ്പിൽ മൂത്രം ഒഴിച്ചു പോവും. എന്താ കളറ്? എന്തിന്? അച്ഛനെ ഞാൻ കരുതി
അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ അരി എടുത്തില്ല. വീടെത്തി ചേട്ടാ. വീടെത്തിയ പല്ലു ഒരാളായി. അളിയാ, ദേഹത്തോടല്ലേ? തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ പോയവൻ തൊഴിലാളിയുടെ കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്ത് ഇപ്പൊ നല്ലൊരു കഞ്ഞിവെപ്പുകാരനായി ഇതാ വന്നിരിക്കുന്നു. കൊള്ളാം. നുണയാണ് നുണ. കള്ളത്തരം പറയരുത്. നീ കഞ്ഞി വെച്ച് കൊടുത്തില്ലേ? അത് പിന്നെ 10-25 പേർ ചേർന്ന് ഇത്രയും നീളമുള്ള കത്തി എടുത്ത് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് വയ്ക്കടാ കഞ്ഞി എന്ന് പറഞ്ഞാൽ ആരായാലും കഞ്ഞി വെച്ച് പോവും. അമ്മാവനായിരുന്നെങ്കിൽ പയറും ചമ്മന്തിയും വരെ വെച്ചേനെ. എടാ കഞ്ഞി നീ ഏതായാലും വെച്ച് കൊടുത്തില്ലേ, ഇനി നീ ആ ജോലി തന്നെ അങ്ങ് ചെയ്തോടാ. സർ ഞാനൊന്ന് ഓഫീസിലേക്ക്. അല്ല, ഡ്രൈവർ വണ്ടിയെട്. പാൻ സദ്യടാ. ഈ പാൻഡൊക്കെ എന്നാ അമ്മാവ ഉണ്ടായത്? ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൻ ചില സമയത്ത് തെലുങ്ക് നടന്മാരെ പോലെ ഭയങ്കര ഓവറാ. നിന്റെ അല്ലടാ അപ്പൻ, അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാ മതി. ദൈവം നമ്മുടെ കൂടെയാ, അല്ലെങ്കിൽ ആ കോൺട്രാക്ടർ മുന്നിൽ എല്ലാം പൊളിഞ്ഞു പോയാനെ. ദൈവത്തിന് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ ഒരുത്തി നമ്മുടെ കാര്യവും പറഞ്ഞ് രാവും പകലും ദൈവത്തിന് ഉറക്കം കൊടുക്കാതെ വിളിച്ചോണ്ടിരിക്കല്ലേ. നീ വണ്ടി കയറി. എന്റെ അമ്മ. എന്താപ്പാ? നിന്റെ അമ്മ. എന്റെ അമ്മ. കർത്താവേ, എല്ലാ കണക്കൂട്ടലും തെറ്റാൻ പോവാണല്ലോ. മോനെ, നിനക്ക് എന്താ പറ്റിയത്? അമ്മ, നമ്മുടെ മോൻ എന്താ അസുഖം? എനിക്കൊരു അസുഖമില്ല. ലക്ഷ്മി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനും മോനും കൂടി ഇനി എന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കണ്ട. എല്ലാം ചെറിയച്ഛൻ പറഞ്ഞു. അയ്യോ, ചെറിയച്ഛൻ കണ്ടു എന്നുള്ളത് ശരിയാ, പക്ഷെ എനിക്കൊരു അസുഖമില്ല. എല്ലാം ഇവിടെ പിടിച്ചേക്കാൻ വേണ്ടിയാ. അപ്പൊ ഒന്ന് പറ. ലക്ഷ്മി, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോ. അച്ഛാ, ആന്റണി, അതാരാ? അത് സാറേ, ഇവിടെ അടുക്കള ജോലിക്ക് ആളെ വേണമെന്ന് ചോദിക്കാൻ വന്നതാ. പറഞ്ഞൂലോ ഇവിടെ ആൾ ആവശ്യമില്ലെന്ന്. പോയിക്കോളൂ. ആന്റണി, അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇങ്ങോട്ട് വന്നോളൂ. മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ. ചെന്നോളൂ. ഇവരെ നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ? എനിക്കറിയാം സർ, ഇവരെന്റെ വാലിക്കാരിയാ. കോവിലകത്ത് കുറച്ചാൾ അടുക്കളപ്പണിക്ക് ഉണ്ടായിരുന്നേ, ആ പരിചയത്തിൽ വന്നതാ. ഇവിടെ അടുക്കളപ്പണിക്ക് ആളാവശ്യമുണ്ടോന്ന് അറിയാൻ. പാവങ്ങള് ആദ്യത്തിനെ വന്ന് കണ്ടാൽ വല്ല ജോലിയും കിട്ടുമെന്ന് കരുതി വന്നതായിരിക്കും മോളെ. ഏയ്, അതിപ്പോ ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിട്ടില്ലോ. ഇവിടെ ഇപ്പൊ അടുക്കളയിൽ ആവശ്യത്തിന് ആളുണ്ടല്ലോ. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഈ ജന്തു ഏതാ? അത് ഇവരൊരു ബന്ധുവാ. അല്ല, എന്റെ മോന. എനിക്കിപ്പോ ഈ ഭൂമിയിൽ ഇവൻ മാത്രമേ ഉള്ളൂ. മോനെ പോലെയാ. എന്താ മോന്റെ പേര്? ഊമയാ. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നാടാ? ഡാടാ, വാ മോളെ. ഏത് കോലത്തും കാണുമല്ലോ ഒരു മന്ദബുദ്ധി. അതേടാ, ഇവൻ അവിടുത്തെ മഞ്ജുകുമാരനാ. മഞ്ജു, നീ പൊട്ടലെ അടുക്കളക്കകത്ത് കൂട്ടിക്കൊണ്ടു എന്തെങ്കിലും തിന്നാൻ കൊടുക്കും. അതെ, നീ പൊട്ടനാണെന്ന് കരുതിട്ട് മിണ്ടാതൊന്നും ഇരിക്കണ്ട. നിനക്ക് എന്ത് വേണം എന്നോട് വാതുറന്ന് പറയാം. ഓണത് കണ്ടില്ലേ, എന്തൊരൈക്യം. ചേരേണ്ടതേ ചേരൂ. നീ മൂക്ക് മുട്ട തിന്നിട്ട് പൂമുഖത്തേക്ക് വരണം. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ഇനി മുതൽ എന്നെ അനുസരിച്ച് ഇവിടെ നിന്നോളണം. അതാണ് അടുക്കള. മോൻ ചെല്ലും, വേഷായിട്ട് വെട്ടി വിഴുങ്ങ്. ഈശ്വര, എന്നെ അനുസരിക്കാൻ ഒരു പട്ടികളും ഈ വീട്ടിലില്ല. ഈ പൊട്ടനെങ്കിലും എന്നെ അനുസരിക്കണമേ. എന്തോ ആലോചിച്ചോണ്ട് നിക്കുവാ. അതെ, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു എന്ന് വിചാരിച്ചേ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല. അയ്യടാ, വന്നിരിക്കുന്നു.
എന്താ പേര്? അവൻ പൊട്ടനാ. ആ അയ്യേ പൊട്ടനാ. എന്തത് ആനൂട്ടോ? ലക്ഷ്മി ചേട്ടാ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരുന്നേ. ഇരിക്ക്. ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനാരടിയിരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ദേ 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും ആന്റണി ഇട്ടതല്ലെന്നറിയാം. ആദിത്യ, 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? കൊടുക്കണം, കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്, മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കൃഷ്ണ, ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. നമസ്തേ. ആദിത്യന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണെന്ന് ഇവനിപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. തന്നെ കൊണ്ട് അധികം പണികൾ ചെയ്യിക്കണ്ട എന്ന റെക്കമെൻഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇയാൾ. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്നു മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണോ പോരെ? മോനെ ആദി, അപ്പന് പറയാനുള്ളത് പറഞ്ഞു. എടാ, എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ലാന്ന്. അപ്പൊ ആനണിച്ചന്റെ പാത്രത്തിൽ 8 മുട്ട എങ്ങനെ വന്നു? മുട്ട നിന്റെ തന്തടാ. ചൂടാവണേ. വർമ്മ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മ സാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പം പറഞ്ഞ് വിശ്വസിക്കാൻ. മുട്ട എങ്ങനെ വന്നേ? എന്റെ അമ്മേ. മോനെ, ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്. 2 3 ആണോ? 8 മുട്ട. മോനെ, നീ അമ്മയൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു അപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? മോനെ ആദി, നീ എന്നെ ആദി പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല, വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുന്നു. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. അയ്യോ മോനെ ആദി, പിതാമര, നീ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാനോ? എനിക്ക് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോവാം. കാരണം ഞാനവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ. ഇനിയിപ്പൊ ഞാനവിടെ ചെന്ന് എന്ത് പറയാൻ? 8 മുട്ടയും തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ടാ. ഇനി ഇച്ചിരി പാട്ട് കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള അയ്യോ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടുനിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല. ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാര്യം. എന്തോരം ജോലിയാ ചേച്ചി. ബാത്റൂമിനടുത്തോടെ ആരോ ഓടി പോകുന്നുണ്ടോ? എവിടെ? അവിടെ നിന്ന് ആരും ഉണ്ടാവില്ല. ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. പേടിപ്പെണ്ണ്. നടക്കങ്ങോട്ട് ചേച്ചി. അത് കഴിഞ്ഞാ കിടന്നോളൂട്ടോ. നടക്ക്
നടക്കാൻ പറയട്ടെ. ഇവിടെങ്ങും ആരും ഇല്ലെന്ന്. അങ്ങോട്ട് കേറി കുളിച്ചേ. പറയട്ടെ. കണ്ടതാ. ഇവിടെ ഒരു കാര്യം. ലക്ഷ്മി, 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 ഇവിടെ വർമ്മ സാറ് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മ സാറും കൂടി എന്നെ വറുത്ത് തിന്നടി.